ഹലോ വെൽക്കം ബാക്ക് ടു നപ്പോസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ക്യാരറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ആക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാര, മിൽക്കി മേഡ്, ചൈന ഗ്രാസ്, പാല്, പിന്നെ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ഒന്ന് മിക്സിയിൽ ജാറിലിട്ടെടുത്ത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. ആവശ്യമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള പാല് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ 1/2 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് എടുത്തിട്ടുള്ള ചൈന ഗ്രാസ് മെൽട്ടാവാൻ വെക്കണം. അപ്പോൾ നന്നായിട്ട് സോക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് മെൽട്ടാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് മിൽക്കി മേഡാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായിട്ട് അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി ഒരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട, അതൊന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിൽ തന്നെ കിട്ടുന്നതും. ഇനി ഇതിലേക്ക് നമ്മൾ മെൽട്ടാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ച് നന്നായിട്ട് 2-3 മിനിറ്റ് മിക്സാക്കി എടുക്കുക. എന്നിട്ടത് ചൂടോടെ തന്നെ പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടും പുഡിങ്ങിൻ്റെ ട്രേയിലോട്ട് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നിട്ടത് ഫ്രിഡ്ജിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് തണുപ്പിച്ച് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞാൻ തേങ്ങയും പഞ്ചസാരയും കൂടി വറുത്തെടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങയുടെ ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം.